ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വരുന്ന വ്യാഴാഴ്ച ഈശോ മിശിഹായുടെ സ്വർഗാരോഹണ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. ഈ സ്വർഗാരോഹണ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈശോ മിശിഹായോട് ഏറെ ആത്മാർത്ഥതയോടും സ്നേഹത്തോടും കൂടി നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങ് ഞങ്ങളുടെ ഗുരുവും നാഥനും വഴികാട്ടിയുമാണ്. അങ്ങ് ഞങ്ങൾക്ക് മുമ്പിൽ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ തെളിച്ചിട്ടുള്ള വഴികളിലൂടെ നടന്ന് ദൈവത്തെ സ്നേഹിച്ച്, സഹോദരങ്ങളെ സ്നേഹിച്ച്, മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ ഒരു നല്ല ജീവിതം പൂർത്തിയാക്കി അങ്ങ് കാണിച്ചു തരുന്ന വഴികളിലൂടെ സ്വർഗത്തിലെത്തിച്ചേർന്ന് നിത്യഭാഗ്യം അനുഭവിക്കുവാനും മലാഖമാരോട് കൂടെ ദൈവത്തെ പാടി സ്തുതിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പ്രിയപ്പെട്ടവരെ, വാഗ്ദാനങ്ങളിൽ ഏറെ വിശ്വസ്തനാണ് ദൈവമെന്ന് നമുക്കറിയാം. നമുക്ക് നഷ്ടപ്പെട്ടു പോയ പറുദീസ പ്രിയപ്പെട്ട പുത്രനിലൂടെ നമുക്ക് വീണ്ടും നൽകുമെന്ന് അവൻ്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം പൂർത്തീകരിക്കുവാനാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നതും ഈ ഭൂമിയിൽ 33 വർഷം ജീവിച്ചുകൊണ്ട് തൻ്റെ ജീവിത രീതികളിലൂടെ, സുവിശേഷ പ്രഘോഷണങ്ങളിലൂടെ, അത്ഭുത പ്രവർത്തനങ്ങളിലൂടെ, രോഗശാന്തിയിലൂടെയൊക്കെ എന്താണ് ദൈവസ്നേഹമെന്ന് നമ്മളെ പഠിപ്പിച്ചതും ഈ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ നഷ്ടപ്പെട്ടു പോയ സ്വർഗരാജ്യം നമുക്ക് ഓരോരുത്തർക്കും നേടിയെടുക്കുവാൻ സാധിക്കുമെന്നും അവൻ നമ്മെ പഠിപ്പിച്ചത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയും അതിൻ്റെ ആധികാരികതയും അധികാരവുമൊക്കെ എന്താണെന്ന് പഠിപ്പിക്കുന്നതാണ് ഈ ഞായറാഴ്ചത്തേലെ ഓരോ വായനകളും. ദൈവം എന്നും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് തെളിയിക്കുന്നതിൻ്റെ ആദ്യത്തെ അടയാളം എന്നതുപോലെ ഒന്നാമത്തെ വായന നമ്മുടെ മുമ്പിൽ ഒരു സാക്ഷിയായിട്ട് നിൽക്കുകയാണ്. ഈ വായനയിൽ നമ്മൾ കാണുന്നത് ദൈവം നോഹ പ്രവാചകനുമായി നോഹയുമായി വയ്ക്കുന്ന ഒരു ഉടമ്പടിയാണ്. മഹാപ്രളയത്തിന് ശേഷം പെട്ടകത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നോഹയോടും കുടുംബത്തോടുമായി ദൈവം ഒരു ഉടമ്പടി സ്ഥാപിക്കുകയാണ്. ഇനി മേലിൽ മനുഷ്യനെ ഞാനൊരു ജലപ്രളയത്തിലൂടെ നശിപ്പിക്കുകയില്ല. നമ്മൾ തമ്മിലുള്ള ഉടമ്പടിയുടെ അധികാരമായി ഈ മഴവെല്ലിനെ ഞാൻ സ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മഴവെല്ലിനെ കൂടി നൽകുന്നു. ഈ മഴവെല്ല് കാണുമ്പോൾ എന്നും ഞാൻ നിങ്ങളെ ഓർക്കും, നിങ്ങൾ വിശ്വസ്തയോടുകൂടി ജീവിക്കണമെന്ന് ദൈവം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നോഹയും മക്കളും പിൻതലമുറക്കാരുമൊക്കെ ദൈവത്തോട് വിശ്വസ്തയോടുകൂടി ജീവിച്ചപ്പോഴെല്ലാം ദൈവം അവരുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ സമൃദ്ധിയോടുകൂടി ഇടപെട്ടുവെന്ന് പഴയ നിയമം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം പിന്നീട് ഒരിക്കലും ജലപ്രളയത്തിലൂടെ ഭൂമിയെ, മനുഷ്യനെ നശിപ്പിക്കുവാനായിട്ട് തയ്യാറായിട്ടില്ല എന്നുള്ളതും നമ്മുടെ മുമ്പിൽ വലിയൊരു സത്യമായി, വെളിച്ചമായി നിൽക്കുകയാണ്. ആരൊക്കെയാണോ ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുകയും പ്രവർത്തിക്കുകയും അതിന് വലിയ വില കൽപ്പിക്കുകയും ചെയ്യുന്നത്, അവരുടെ എല്ലാം ജീവിതത്തിൽ ദൈവം ഇടപെടുമെന്നുള്ളത് നോഹയുടെയും കുടുംബത്തിൻ്റെയും ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിച്ച് ജീവിക്കുവാനായിട്ട്, അതിനോട് വിശ്വസ്ത പുലർത്തുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലെ ചില വാക്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈശോ മിശിഹ ബെത്സൈദ കുളക്കടവയിൽ ഒരു വലിയ അത്ഭുത പ്രവർത്തനം നടത്തുകയാണ്. 38 വർഷമായിട്ട് തളർവാദ രോഗിയായി കടന്നൊരു വ്യക്തിക്ക് ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് അവന് ആരോഗ്യം അല്ലെങ്കിൽ സൗഖ്യം നൽകുമ്പോൾ അതിനെ വിമർശിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന യഹൂദരെ നമുക്ക് കാണാൻ സാധിക്കും. നീ സാബത്ത് ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈശോയെ തിരുത്തുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ ഈശോയെ കുറ്റപ്പെടുത്തുന്ന യഹൂദരെ നമ്മൾ കാണുന്നു.
അവർക്കുള്ള മറുപടിയാണ് ഈ ഞായറാഴ്ചത്തെ സുവിശേഷം. അതോടൊപ്പം തന്നെ ഈശോ ഈ സുവിശേഷത്തിലൂടെ നമ്മളോട് പഠിപ്പിക്കുകയാണ്, ആരൊക്കെയാണോ ഈശോയുടെ വാക്ക് അനുസരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അവർക്കെല്ലാം നിത്യജീവനുണ്ട്. അവരെല്ലാം നിത്യരക്ഷയിലേക്ക് പ്രവേശിക്കും. നമുക്ക് നഷ്ടപ്പെട്ടു പോയ പറുദീസ വീണ്ടെടുക്കുവാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്: ദൈവത്തിൻ്റെ വചനം അത് വായിക്കുക, പഠിക്കുക, അതനുസരിച്ച് ജീവിക്കുക. പുത്രനായ മിശിഹ പിതാവായ ദൈവത്തിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, പുത്രൻ ഒന്നും സ്വയം ചെയ്യുന്നില്ല, എല്ലാം പിതാവ് കൽപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് മാത്രമാണ് അവൻ പ്രവർത്തിക്കുന്നത്. എല്ലാ അധികാരവും പുത്രന് ലഭിക്കുന്നത് പിതാവിൽ നിന്നാണ്. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെയും സ്നേഹത്തിൻ്റെ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ആഴം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വചനഭാഗം കൂടി ഇതാണ്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഈശോ പറയുകയാണ്, പിതാവായ ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്നത് പോലെ എല്ലാവരെയും ഉയർപ്പിക്കുവാനും വിധിക്കുവാനുമുള്ള അധികാരം മനുഷ്യപുത്രനായതുകൊണ്ട് ഈശോയ്ക്ക് നൽകിയിരിക്കുന്നുവെന്ന്. ഈശോയുടെ വാക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട് എന്ന് ഈശോ പഠിപ്പിക്കുമ്പോൾ, അവൻ ഈ ഭൂമിയിൽ നമ്മുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഏറ്റെടുത്ത് നമ്മുടെ ജീവിതം കൊണ്ട് അത് പ്രാവർത്തികമാക്കി സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് മറ്റൊരു സുവിശേഷമായി മാറുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കട്ടെ. ഈശോ മിശിഹ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെങ്കിൽ ആ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തയോടുപൂർവം പഠിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈശോ മിശിഹയാകുന്ന ആ വലിയ സത്യം നമ്മുടെ മുമ്പിൽ ജീവിതം കൊണ്ട് സാക്ഷ്യമായി നിന്നുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ വിളിച്ച് അധികാരം നൽകി, ആത്മാവ് നൽകി പറഞ്ഞൊരു കാര്യമുണ്ട്: നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുമെന്ന്. ഞാൻ എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് കൂടി അവനൊരു വാഗ്ദാനം നൽകുന്നുണ്ട്. ഈ ലോകത്തിൽ ഇന്ന് ഈശോയുടെ സുവിശേഷമായി മാറേണ്ടവരാണ് ഞാനും നിങ്ങളും. നമ്മുടെ ജീവിതം കൊണ്ട്, വാക്കുകൾ കൊണ്ട് സുവിശേഷമായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകും, നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കും, അതിനുശേഷം തിരികെ വന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുമെന്നുള്ളത് ഈശോയുടെ വാഗ്ദാനമാണ്. ഈശോയുടെ സ്വർഗ്ഗാരോഹണ തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമുക്ക് വേണ്ടി വഴിയൊരുക്കുവാനായി ഈശോ പോയിട്ടുണ്ട്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. പിതാവിൻ്റെ സന്നിധിയിൽ അവൻ സ്ഥലമൊരുക്കി തിരികെ വരുമ്പോൾ ആ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് യോഗ്യതയുള്ളവരായി ഞങ്ങളെ മാറ്റണമേ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അവസാന വിധിയിൽ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം കണക്ക് വായനയ്ക്കായി തമ്പുരാൻ്റെ മുമ്പിൽ വയ്ക്കപ്പെടുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന, സഹോദരങ്ങളെ സ്നേഹിക്കുന്ന, നല്ല പ്രവൃത്തികളിലൂടെ, നല്ല സംസാരങ്ങളിലൂടെ, നല്ല വിചാരങ്ങളിലൂടെ സ്വർഗരാജ്യത്തിന് അവകാശിനിയുമായി നമ്മൾ ഓരോരുത്തരും തീരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതിനുവേണ്ടി നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാം. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റാം. ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ശംശിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.